അപ്പൊ നമ്മൾ മുമ്പ് കുട്ടികളോട് ചെളിയിൽ ഇറങ്ങല്ലേ എന്ന് പറയും. ഇപ്പൊ പാരന്റ്സ് അവരെ ചെളിയിൽ ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ളത് വലിയൊരു പോസിറ്റീവ് സൈനാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ചെയ്യുന്നുണ്ട്. ഏകദേശം 200ഓളം നെക്ടർ പ്ലാന്റും ഹോസ് പ്ലാന്റും ഒരു 30 ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫെസ്റ്റിനോടനുബന്ധിച്ച്. ലോക്കലിന്റെ ജോലി പുതിയതായിട്ടൊന്നും കൊണ്ടുവരലല്ല സത്യത്തിൽ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഓൾറെഡി നമ്മൾക്കിടയിലുള്ള പല കാര്യങ്ങളെ ഒന്നും കൂടി ഒബ്സർവ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തെടുക്കുക, അതിനെ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യിക്കുക. പരസ്പരം എല്ലാവരും നമ്മളൊരു സമൂഹ ജീവിയാവുമ്പോൾ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഇവിടെ. ഇത് പഴയ പെയിന്റ് പാട്ടകളാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ദിയയും സുഹൃത്തുക്കളെല്ലാവരും ചേർന്നിട്ട് ഒത്തിരി പേരുണ്ട്. പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേര് വരണം. അപ്പൊ എല്ലാവരും അവരുടെ താല്പര്യത്തിൽ ഇവിടെ വരെയും. സോ ലോക്കൽ സസ്റ്റൈനബിൾ ഫെസ്റ്റിൻ്റെ സെക്കൻഡ് എഡിഷനിലേക്കാണ് നമ്മൾ വന്നത്. അതും സെയിം ഇയർ തന്നെ, വിത്തിൻ 3 months സെക്കൻഡ് എഡിഷൻ നിങ്ങൾ അനൗൺസ് ചെയ്തേക്കാണ്. എന്താണ് നിങ്ങളുടെ ഫീലിംഗ്? വോട്ട് യു ഫീൽ ബേസിക്കലി? ഫസ്റ്റ് എഡിഷൻ ആക്ച്വലി നമ്മൾ വിചാരിച്ചാലും നല്ല രീതിയിൽ പാർട്ടിസിപ്പേഷനും സക്സസ്സും ഒക്കെ വന്നു. എന്നാൽ പോലും ഒരുപാട് ആളുകൾ ഫസ്റ്റത്തെ എഡിഷൻ കഴിഞ്ഞതിൻ്റെ ഒരു പോസ്റ്റുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റീൽസും കാര്യങ്ങളൊക്കെ ആളുകൾ ഷെയർ ചെയ്തപ്പോഴാണ് ഒത്തിരി പേര് അങ്ങനെ ഒരു ഫസ്റ്റ് എഡിഷൻ നടന്നതന്നെ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ എൻക്വയറി ചെയ്തതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ രണ്ടാമതൊരു എഡിഷനും കൂടി ചെയ്യാം. കാരണം കൂടുതൽ ആളുകൾ ഇതിലേക്ക് താല്പര്യപ്പെട്ട് വരുന്നുണ്ട്, കൂടുതൽ ആളുകൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഡിസംബർ ഒരു ഫെസ്റ്റീവ് സീസണാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വീട്ടിലിരുന്ന് ചെയ്യുന്ന ചെറുകിട സംരംഭകർക്കൊക്കെ അതൊരു സീസണാണ്. അവരെ സംബന്ധിച്ച് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഓപ്പണായി വരുന്നൊരു സമയമാണ് ഡിസംബർ. അപ്പോൾ അങ്ങനെ ആനുവലി ചെയ്യണം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു നീഡ്ഫുൾ ആയിട്ടുള്ളൊരു സമയത്ത് ചെയ്യുന്നതിനാണ് അതിന് പർപ്പസ് ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ട് രണ്ടാമതൊരു എഡിഷൻ ചെയ്തുകൂടാ? അപ്പോൾ ഫസ്റ്റ് എഡിഷനിൽ ഉണ്ടായ വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8ഓളം ബ്രാൻഡുകൾ ഈ ഒരു ബ്രാൻഡ് ആസിൻ ചെറിയ വീട്ടിൽ ചെയ്യുന്ന ആളുകൾ ഒരു സംരംഭമായിട്ട് ഈ ഒരു ഫെസ്റ്റിന് വേണ്ടിയിട്ട് തുടങ്ങിയവർ. അവർക്ക് നല്ലൊരു ഓപ്പണിംഗ് കിട്ടി. അവർ വിചാരിച്ചാൽ കൂടുതൽ സെയിൽസും റെസ്പോൺസും ഒക്കെ അവർക്ക് ഉണ്ടായെന്നുള്ളൊരു ഫീഡ്ബാക്ക് വന്നു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് അതാണ്. ഇതിന്റെ പർപ്പസും അതാണ്, എങ്ങനെ സെൽഫ് സസ്റ്റൈനബിൾ ആവാം. അപ്പോൾ വീട്ടിലിരിക്കുന്ന അവരുടെ താല്പര്യങ്ങൾ ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഒരു വലിയ ഒരു മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അവരുടെ പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ഓപ്പൺ ആയി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് ഏറ്റവും വലിയ സക്സസ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് കൾച്ചറൽ ഇവന്റ്സും കാര്യങ്ങളൊക്കെ നടന്ന് ഈ പ്രാവശ്യം ഇതിന്റെ നടത്താനുള്ള പ്രധാന നീഡ് അത് തന്നെയാണ്. ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, ഇനി എപ്പോഴാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടക്കുക, ഞങ്ങൾക്കും ഒരു അവസരം അതിലുണ്ടാവും. അപ്പോൾ കൂടുതൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 25 സ്റ്റോൾസാണ് ഉണ്ടായത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ഇത്തരത്തിലുള്ള മൈൻഡ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യുന്ന കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന പല ചെറുകിട ബ്രാൻഡുകളും ഈ പ്രാവശ്യം നമ്മളുടെ ഫെസ്റ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒഴുകിയെത്താന്നാണ് ഈ പ്രാവശ്യം പറഞ്ഞത്, ഫ്ലോ ഇൻ ടു ദ സെക്കൻഡ് എഡിഷൻ. ഫ്ലോ ആണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു മെയിൻ തീമായിട്ട് നിങ്ങൾ വെച്ചേക്കണം അല്ലേ? ഒരു മറൈൻ ലൈഫ് അല്ലെ? അത് ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറയും. അത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മൾക്കുള്ളൊരു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പ്രത്യേക ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. സസ്റ്റൈനബിലിറ്റി ആസ് എ ഹോൾ സംസാരിച്ചു പോയി. അപ്പോൾ ഓരോ എഡിഷൻ ചെയ്യുമ്പോഴും ഒരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്യണം, അതിൽ നിന്നൊരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മറൈൻ ലൈഫ് അല്ലെങ്കിൽ ടൈഡൽ ഫ്ലഡിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു അണ്ടർലൈൻ ഡയലോഗ് മാത്രമായിട്ടായിരുന്നു നിർത്താം. അത് ഒരിക്കലും സ്റ്റോൾസിനോ അങ്ങനെ ഒരു തീമോ അത്തരത്തിലുള്ളൊരു ഉദ്ദേശം ഒന്നും ഇതിലില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡയലോഗുകൾ ചിലപ്പോൾ ഇവിടുത്തെ ഇൻസ്റ്റലേഷൻസിലും അല്ലെങ്കിൽ ഇവിടുത്തെ ടോക്ക് സെഷൻസിലും എല്ലാം ചിലപ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും. അത് അണ്ടർലൈൻ ആയിട്ട് ആളുകളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഡയലോഗ് സ്പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊരു ഫൺ ലേണിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളത് വലിയ കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രാവശ്യം 3 പ്രീ ഫെസ്റ്റ് ലേണിംഗ് ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ഹോസ്റ്റ് ചെയ്തു. അതിനകത്ത് ആദ്യത്തെ ഇവന്റ് ഓൾറെഡി കഴിഞ്ഞു. 29-ാം തീയതി ശനിയാഴ്ച ഒരു റീവൈൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് IB മനോജിന്റെ നേതൃത്വത്തിൽ ചെറായിൽ വെച്ചിട്ടൊരു മാംഗ്രൂവ് വാക്ക് നമ്മൾ ഹോസ്റ്റ് ചെയ്തിരുന്നു. കുട്ടികൾ ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് വളരെ ആസ്വദിച്ച് അവർ ചെളിയിലൊക്കെ ഇറങ്ങി. എന്താ പറയുക, ഇപ്പം നമ്മൾ മുമ്പ് കുട്ടികളോട് ചെളിയിൽ ഇറങ്ങല്ലേ എന്ന് പറയും. ഇപ്പോൾ പാരന്റ്സ് അവരെ ചെളിയിൽ ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ളത് വലിയൊരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ അവരവിടെ കണ്ടലിനെ പറ്റി വളരെ ഫൺ രീതിയിൽ അതിനെപ്പറ്റി പഠിക്കാൻ സാധിച്ച്
അപ്പൊ ഒത്തിരി ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കുട്ടികളോട് പറയണ്ട. അവർക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി, അവർ അതിന്റെ കൂടെ അവർ കണ്ടിന്യൂ ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ചെയ്യുന്നുണ്ട്. ഏകദേശം 200ഓളം നെക്ടർ പ്ലാന്റും ഹോസ് പ്ലാന്റും ഒരു 30 ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഇവിടെ പ്ലാന്റ് ചെയ്യുന്നുണ്ട് ഫെസ്റ്റിനോടനുബന്ധിച്ച്. അപ്പൊ കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് അത് പ്ലാന്റ് ചെയ്യാനും അതിനെപ്പറ്റി പഠിക്കാനും, ഇപ്പോൾ അതിന്റെ ഓരോ പ്ലാന്റ് എന്താന്നുള്ളത് അവർ തന്നെ ആയിരിക്കും അവരുടെ ഹാൻഡ് റൈറ്റിംഗിൽ ബോർഡുകൾ എഴുതി വെക്കാം. ചെറിയ ചെറിയ പ്ലക്കാർഡുകളൊക്കെ അവരുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി വെക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു സീഡ് ബാങ്ക് ഉണ്ട്. സീഡ് ബാങ്ക് അതായത് കൊടുക്കാം എടുക്കാം. വീട്ടിൽ പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള, അതിനകത്ത് പ്ലാന്റ്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട് ഉണ്ട്, അങ്ങനെ പല വിത്തുകൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. IB മനോജ് ആണ് അത് അതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ. റീവൈൽഡ് വരുന്ന ആൾക്കാർക്ക് അവരുടെ വീട്ടിലുള്ള സീഡ്സ് കൊണ്ടുവരാം, ഒരു കൈമാറ്റം ചെയ്യാം, അവരുടെ വിത്തുകൾ കൊണ്ടുവരാം, ഇവിടെ ഉള്ള വിത്തുകൾ അവർക്ക് എടുക്കാം. അപ്പോൾ ഇതെല്ലാ സ്ഥലത്തേക്കും മാക്സിമം സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ്. ഇല്ലാത്ത വിത്തുകൾ അങ്ങോട്ടും കൂടി എക്സ്ചേഞ്ച് ചെയ്യാൻ കൈമാറ്റം, ഒരു വിത്ത് കൈമാറ്റമാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വിത്ത് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കാം, ഇവിടെ ഉള്ള നമ്മുടെ കയ്യിലില്ലാത്ത വിത്തുകൾ ഉണ്ടെങ്കിൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സ്പേസും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ പ്രാവശ്യം എന്താ പറയാ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആണെങ്കിലും ഈ പ്രാവശ്യം ഒത്തിരി ആക്ടിവിറ്റികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പായിട്ടും ഈ പ്രാവശ്യം കൂടുതൽ വർക്ക്ഷോപ്പുള്ള അപ്സൈക്ലിംഗ് വർക്ക്ഷോപ്പുകളാണ് കൂടുതൽ. എങ്ങനെ അവരുടെ കയ്യിലുള്ള പഴയ പ്രൊഡക്ട്സിനൊക്കെ ഒരു മെമ്മറബിൾ പ്രൊഡക്റ്റ് ആക്കി മാറ്റാം. അപ്പോൾ അവർ ഉപയോഗിക്കാത്ത ചില സാധനങ്ങളോ അവർക്ക് മെമ്മറി ഉള്ള ചില പഴയ ഉടുപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ അപ്സൈക്കിൾ ചെയ്തിട്ട് അതിനെ അവർക്കൊരു സുവനീർ ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആക്കി എടുക്കാം, അങ്ങനെയൊക്കെ ഉള്ള വർക്ക്ഷോപ്പുകളാണ് ഈ പ്രാവശ്യം. അതല്ലാതെ ഓപ്പൺ ആയിട്ടും പലർക്കും എല്ലാവർക്കും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പല സെഷനുകളുണ്ട്. പോട്രി എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോട്രി എക്സ്പീരിയൻസ് ചെയ്യാം. ഓല ക്രാഫ്റ്റ് ഉണ്ട്, സൗണ്ട് ഹീലിംഗ് സെഷൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി കൾച്ചറൽ ഇവന്റ്സും ഇതുപോലുള്ള എൻഗേജ്മെന്റ് ഇവന്റ്സും ഈ പ്രാവശ്യം 2 ദിവസം ഫുൾ പാക്ഡ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മ്യൂസിക് ഇവന്റ്സ് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നല്ല രസമായിട്ടുള്ള മ്യൂസിക് ഇവന്റ്സ് ഉണ്ട്. ഗസലുണ്ടായിരുന്നു, ഓട്ടംതുള്ളലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആസ് എ ഫാമിലി ആയാലും ഫ്രണ്ട്സായിട്ടും ഗ്യാദർ ചെയ്ത് നല്ലൊരു സ്പേസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തു. ഈ പ്രാവശ്യം എന്തൊക്കെയാണ് പുതിയത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ്. ഉണ്ടായിരുന്ന ഇവന്റ്സ് എല്ലാം ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര ആസ്വദിക്കാൻ പറ്റുള്ള. ഗസൽ ഉണ്ടായിരുന്നു, ഓട്ടംതുള്ളലിനൊക്കെ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ഗസലിനും കോഴിക്കോട് നിന്ന് വരെ ഗസൽ കേൾക്കാനായിട്ട്, ഷബിയുടെ ഗസൽ കേൾക്കാൻ ഒത്തിരി ആളുകൾ വന്നു. മരുത്തോറോട്ടം കാണണം വന്നപ്പോഴും ആളുകൾ പ്രതീക്ഷിച്ചില്ല ഓട്ടംതുള്ളൽ. അത് പലർക്കും ഒരു എന്താ പറയുക, ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഇത്തരം പരിപാടികൾ പലപ്പോഴും ഒരു പബ്ലിക് സ്പേസിൽ നടക്കാത്തതിന്റെ കുറവുകളാണോ എന്നറിയില്ല. ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധം കുറവുണ്ട്. ഇപ്പോൾ ഓട്ടംതുള്ളൽ പോലെ അല്ലെങ്കിൽ ഗസൽ പോലെയുള്ള ആർട്ട് ഫോമുകൾ ഭയങ്കര പുതുമയായിട്ട് ആൾക്കാർക്ക് തോന്നണേ. പക്ഷേ അഗൈൻ അത് കാണുമ്പോഴും നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടൊക്കെ തോന്നണേ. പക്ഷെ അങ്ങനെ നൊസ്റ്റാൾജിക് തോന്നേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ട ഒരു ആർട്ട് ഫോമുകളാണല്ലേ. അപ്പോൾ നിങ്ങൾ അതിനെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത്? ലോക്കലിന്റെ ജോലി പുതിയതായിട്ടൊന്നും കൊണ്ടുവരലല്ല സത്യത്തിൽ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കിടയിൽ പണ്ട് മുതലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാക്ടീസുകളെയും നമ്മളുടെ ആൻസസ്റ്റേഴ്സായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഓരോ ആർട്ട് ഫോമുകളെയും നമ്മൾക്ക് ഓൾറെഡി നമ്മൾക്കിടയിലുള്ള പല കാര്യങ്ങളെ ഒന്നും കൂടി ഒബ്സർവ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തെടുക്കുക, അതിനെ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യിക്കുക, ആളുകളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ലോക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓർമ്മപ്പെടുത്തുക, പഴയതിലേക്ക് പതുക്കൊന്ന് തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങളാണ് ആകെ ചെയ്യണുള്ളൂ. പുതിയതായിട്ടൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓട്ടംതുള്ളൽ പോലെ ഉള്ള ആർട്ട് ഫോംസ് എല്ലാം ഇവിടെ പെർഫോം ചെയ്യണമായിക്കോട്ടെ. ഇപ്പം ഈ ലോക്കൽ സസ്റ്റൈനബിൾ ഫെസ്റ്റ് വ്യത്യസ്തമാവുന്നത് അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ നടക്കുന്ന ഈ സ്പേസ് ആണെങ്കിലും ഇതൊരു ഇത്രയും 200ഓളം പഴക്കമുള്ള ഒരു തറവാട് വീടും കട്ടവിരിക്കാത്തൊരു മുറ്റവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പേസിലേക്ക് ആളുകൾക്ക് വരാം. ഒരു ഗ്യാതറിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനകത്ത് ഒരു ഗ്യാതറിങ്ങും ഒരു എക്സ്ചേഞ്ചും ഒക്കെയാണ് സംഭവിക്കുന്നത്. അതായത് വന്ന് സ്റ്റോളുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, അതിനൊരു കൊമേഴ്ഷ്യൽ പെർസ്പെക്റ്റീവിലല്ല, അല്ലാതെ ഒരു വാല്യൂ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ഈ സ്പേസിൽ. അപ്പോൾ അതാണ് ലോക്കൽ സസ്റ്റൈനബിൾ ഫെസ്റ്റ് എന്നുള്ളതിനെ മറ്റുള്ളതിനൊരു വ്യത്യസ്തമാക്കുന്നത്. ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മളെല്ലാവരും വേറെ എന്തോ തിരക്കുകളിലൊക്കെ പെട്ട് വേറെ മറ്റു കാര്യങ്ങളൊക്കെ ചേസ് ചെയ്ത് എല്ലാവരും തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ധൃതിയിൽ. ഇങ്ങനത്തെ ഒരു സ്പേസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി വരുമ്പോൾ പതുക്കെ പഴയ കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു
നമ്മൾ ഇത്തരം കലകളോടുള്ള ഇഗ്നോറൻസ് അല്ല ആളുകൾക്ക്, സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അല്ലാതെ ആളുകൾക്ക് ഇത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ ഇതിനെ വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നതൊന്നുമല്ല. ഇതിനുള്ള സ്പേസുകൾ ക്രിയേറ്റ് ആവാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ മറന്നു പോണതാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഫെസ്റ്റ് കൊണ്ട് മനസ്സിലായെന്നുള്ളതാണ്. ഒരുപാട് ഇത്രയും റെസ്പോൺസ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം ഇങ്ങനെ സംഭവം ആളുകൾ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷേ അത് നമ്മൾ അത്ഭുതപ്പെടുത്തിയത് ഭയങ്കര രസമുള്ള ഒരുപാട് റെസ്പോൺസുകൾ പല സ്ഥലത്തു നിന്ന് വന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം ഒരു 500 to 700 ആണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അത് 800 മേലെ ആളുകൾ വന്നു. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൗതുകമുള്ള കാര്യം, ചിലവർ വന്നിട്ട് പറഞ്ഞ അവർ ഏകദേശം ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടൊക്കെ കണ്ടുമുട്ടിയ ചില സുഹൃത്തുക്കളുണ്ടായി. ആദ്യത്തെ ദിവസം റാൻഡമായിട്ട് അവർ കയറി വന്ന് അവർ 2 ദിവസം ഒരു ഫാമിലി ഗ്യാതറിംഗ് പോലെയായിരുന്നു. അത് ഇവിടെ ലൂക്കൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത് പരസ്പരം കണക്റ്റഡ് ആയിട്ടും എല്ലാവർക്കും ഇത് എന്താ പറയാ കുറെ കൂട്ടുകാരെ കണ്ട പോലെ പുതിയ കൂട്ടുകാരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റേ. അതിനുശേഷം ഇവിടെ നിന്ന് പരിചയപ്പെട്ട ചില ആളുകൾ സൗഹൃദം ഉണ്ടായിട്ട് അതിനുശേഷം ഇവിടെ രണ്ടാമത് അവർ ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഇവിടെ വരെയും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഭംഗി, ഒരു ഹ്യൂമൻ ഗ്യാദറിംഗ്. ലാസ്റ്റ്ലി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഷെഡ്യൂൾഡ് ഇല്ലാത്ത കുറച്ച് ജാമിങ് സെഷൻസ് ഒക്കെ നടന്നായിരുന്നു. അതെ അത് സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ആവും. കാരണം ഒരേ സമാനമായ ചിന്താഗതിയുള്ളവരോ അല്ലെങ്കിൽ താല്പര്യങ്ങളുള്ളവരൊക്കെ ഒത്തുകൂടുമ്പോൾ അതിനുള്ളൊരു സ്പേസ് കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ആർട്ട് ക്രിയേറ്റ് ആവും. കഴിഞ്ഞ പ്രാവശ്യം അതായിരുന്നു, ആർക്കും ഇവന്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അതിന് ശേഷവും നമ്മളുടെ ഐറ്റിനറിയിൽ ഇല്ലാതെ നമ്മൾ കുറെ സമയം സ്പെൻഡ് ചെയ്യുകയും ഒന്നിച്ചിരുന്ന് പാടുകയും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്തു. അതാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പർപ്പസ്. ഈ പ്രാവശ്യം നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഈ പ്രാവശ്യം കുറച്ചുകൂടി നമ്മൾ പറഞ്ഞ പോലെ മോർ പീപ്പിൾ, മോർ മ്യൂസിക്, മോർ ലേണിംഗ്, മോർ ഫൺ, അല്ലെങ്കിൽ എന്താ പറയാ എല്ലാം കുറച്ചും കൂടി കൂടുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഊരാളി വരുന്നുണ്ട്. ഊരാളിയുടെ പാട്ടും പറച്ചിലും 6-ാം തീയതി വൈകിട്ട് 7:30 ഊരാളി വരുന്നുണ്ട്. അതുപോലെ ചിലങ്കക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ചേച്ചിമാരുടെ സംഘം ഇവിടെ ഭരതനാട്യം പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ജവാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു UK ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാൻഡ് ഉണ്ട്. അവരുടെ പ്രത്യേകത, അവർ ഏകദേശം 5-6 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു കളക്റ്റീവാണ്. അപ്പോൾ അവർ ഇന്ത്യ ടൂർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ ഹിന്ദുസ്ഥാനി ഫ്യൂഷൻ ചെയ്യുന്ന അത്യാവശ്യം നല്ല വേദികളെല്ലാം ചെയ്തിട്ടുള്ള ആളാണ്. അവർ കേരളത്തിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത് ലോക്കൽ സസ്റ്റൈനബിളിന്റെ വേദിയിലാണ്, ഫെസ്റ്റിലാണ്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ പൂതപ്പാട്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓട്ടംതുള്ളൽ ചെയ്ത പോലെ നമ്മൾ കേട്ടിട്ടുണ്ട് പൂതപ്പാട്ട്, ആരും കണ്ടിട്ടില്ല. അപ്പോൾ എടശ്ശേരിയുടെ പൂതപ്പാട്ടിന്റെ ദൃശ്യാവിഷ്കാരം സുജിനയും സംഘവും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഒരുപക്ഷെ നമ്മൾ കൾച്ചറലി എടുത്തു പറയേണ്ട ഒരു കാര്യം. അതാണ് ഈ പ്രാവശ്യത്തെ ഇവന്റിന്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം പൂതപ്പാട്ടാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നതിലും തെറ്റില്ല, കാരണം അത് മാത്രം കാണാനാണെങ്കിലും. കാരണം അതൊട്ടും ഇന്ന് നമുക്കൊരു പെർഫോമൻസ് ആയിട്ട് കാണാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അതിനൊരു വേദികൾ വളരെ കുറവുള്ള ഒരു ആർട്ട് ഫോമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ആളുകൾ എടുക്കുന്ന എഫേർട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പൂതപ്പാട്ടിന്റെ ഒരു ദൃശ്യാവിഷ്കാരം ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ സൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗസൽ ആർട്ടിസ്റ്റും ഉമ്പായിക്കാടും മകനും കൂടി ചേർന്നിട്ടുള്ള ഒരു അൺപ്ലഗ്ഡ് ഗസൽ സെഷൻ ഉണ്ട്. ഡാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രോണിക് നേച്ചർ സൗണ്ട്സുകൾ വെച്ചിട്ട് പെർഫോം ചെയ്യുന്ന ഫോക്ക് ഇലക്ട്രോണിക് ഫ്യൂഷൻ ചെയ്യുന്ന ഡാസി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. 6-ാം തീയതി അർജിത് സഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗർ സോങ് റൈറ്റർ പെർഫോം ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ സൗണ്ട് ഹീലിംഗ് സെഷൻ ഉണ്ട് രാവിലെ. ലീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ഹീലർ ഇവിടെ സൗണ്ട് ഹീലിംഗ് സെഷൻ ചെയ്യുന്നുണ്ട്. പപ്പിട്രി മേക്കിംഗ് ഉണ്ട്, പോട്ടറി മേക്കിംഗ് ഉണ്ട്, തുടങ്ങി ബട്ടർഫ്ലൈ ഗാർഡൻ സെറ്റിംഗ്. അത് വരുന്നവർക്കെല്ലാം ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ പ്ലാൻ ചെയ്യും. അങ്ങനെ തുടങ്ങി ഒത്തിരി മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഇവിടെ രാവിലെ മുതൽ വന്നു കഴിഞ്ഞാൽ രാത്രി വരെ എൻഗേജ്ഡ് ആയിട്ട് ചെയ്യാനുള്ള ഒത്തിരി ആക്ടിവിറ്റികളുണ്ട്. ഫസ്റ്റ് എഡീഷൻ ലോക്കൽ സസ്റ്റൈനബിൾ ഫെസ്റ്റിനേക്കാൾ ഇമ്മിണി വലിയൊരു ഫെസ്റ്റായിട്ടാണ് നമ്മൾ ഈ തവണ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറേ കൂടിയും പറ്റാവുന്ന രീതിയിൽ ഈ സ്പേസിലും ഈ 2 ദിവസം സമയം കൊണ്ട് എത്രത്തോളം രസമുള്ള പരിപാടികൾ കൊണ്ടുവരാൻ പറ്റുമോ, മാക്സിമം പ്രൊഡക്റ്റുകളും സ്റ്റോളുകളും കൊണ്ടുവരാൻ പറ്റുമോ, ഈ സ്പേസിന് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ എത്രത്തോളം ആളുകളെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. ഇതിൽ ഒരുപാട് ഇന്ററാക്റ്റീവ് സെഷൻസ് ആണല്ലോ അല്ലേ? വരുന്ന ആൾക്കാർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് വന്നിട്ട് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മാത്രമല്ല, അത് ഓഫ് കോഴ്സ് അതുണ്ട് മ്യൂസിക്കിലേക്ക് വരുമ്പോൾ. പക്ഷെ അതല്ലാതെ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ നിങ്ങളൊരു ലോങ്ങർ വിഷൻ, ഒരു ബിഗ്ഗർ വിഷൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ജസ്റ്റ് ഈ 2 ദിവസം ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കിയത്. അത് നമ്മൾ ആദ്യത്തെ എഡീഷനിൽ നിന്ന് ഒരു 3 മാസത്തിലെ 2ാമത്തെ എഡീഷനിലേക്ക് എത്തിയെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ ഉണ്ട്. ഇതൊരിക്കലും
ഒരു വൺ ടൈം ഇവന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു ഇവന്റ് ആയിട്ട് മാത്രം നിർത്താൻ ഉദ്ദേശിക്കുന്നതല്ല. ഇത് കണ്ടിന്യൂ ചെയ്തു പോകണം. കൂടുതലായിട്ടും ഇതിലേക്ക് വരുന്ന പല എന്റർപ്രണർ, കഴിഞ്ഞ പ്രാവശ്യം 8 പേരാണെങ്കിൽ ഈ പ്രാവശ്യം അതിൽ കൂടുതൽ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഒരു സംരംഭം തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന്റെ എക്സാക്ട് കൗണ്ട് നമ്മൾ ഈ പ്രാവശ്യത്തെ ഫെസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒത്തിരി ആളുകൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സംരംഭം തുടങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇവരൊന്നും ഈ ഒരു സ്പേസ് കൊണ്ട് ചിലപ്പോൾ അവസാനിച്ച് പോകരുത്, അവർക്ക് അല്ലെങ്കിൽ അതിന് ഓപ്പർച്യൂണിറ്റി നിന്ന് പോകരുത്. നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരം ഡയലോഗ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വരുന്ന ആളുകൾക്കാണെങ്കിലും ഈ പ്രാവശ്യം വരുന്ന ആളുകൾക്ക് അടുത്ത പ്രാവശ്യം ഒരു സംരംഭം തുടങ്ങാൻ പാകത്തിനുള്ള സ്കിൽ അപ്പ് വർക്ക്ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. പുതിയൊരു കാര്യം ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ട് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ അവർക്ക് ഒരു പുതിയ സംരംഭമായിട്ട് ഇവിടെ വരാം. അങ്ങനെ വരുന്ന ആളുകളും ഉണ്ട് ഈ പ്രാവശ്യം. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഈ പ്രാക്ടീസുകൾ അതിന്റെ വാല്യൂ കണ്ട് നമുക്കും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആവണത് ഒരുപാട് ആളുകൾ ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് തന്നെ പലരും നമ്മളെ വന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പല ആക്ടിവിറ്റീസ് പല സ്ഥലങ്ങളിലായിട്ട് അവർക്കും ചെയ്യാനായിട്ട് ചെറിയ സ്കെയിലിൽ ഇതുപോലുള്ള ഇത്തരം വാല്യൂസ് നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ സസ്റ്റൈനബിൾ വാല്യൂസ് ആയിക്കോട്ടെ, നമ്മളുടെ കൾച്ചറൽ വാല്യൂസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് അവരുടേതായ പ്ലാറ്റ്ഫോമുകളിൽ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതാണ് അതാണ് നമ്മളെ ഏറ്റവും വലിയ അഡ്രിനാലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന കാര്യം ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, ഭയങ്കര രസമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഫെസ്റ്റ് കണ്ടിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് കണ്ടിട്ട് ആളുകൾ പലരും കണക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതുപോലെ അവരുടെ എന്താ പറയുക, അവരുടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് ഇതിൻ്റെ എന്തെങ്കിലും ഈവൻസോ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് എഡീഷൻ നടത്തി, അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് എഡീഷൻ നടക്കുന്നതിൻ്റെ ബേസിക് കാര്യം അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓഡിയൻസിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്നുള്ള ആളുകൾ പലരും ഇതിൽ മിസ്സായി പോയി എന്നുള്ളത്, കഴിഞ്ഞ തവണ വരാൻ പറ്റിയില്ല അറിഞ്ഞില്ലായിരുന്നുള്ളതും, വന്നവരെ സംബന്ധിച്ച് ഇനി എന്നാണ് അടുത്ത ഈവെൻറ്റ് നടക്കുന്നതെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് വെൻഡേഴ്സ് സ്റ്റോളുകൾ ഇടാനായിട്ട് കണ്ടമാനം പേര് എൻക്വയറി ചെയ്തിരുന്നു. അത് ഇനിയൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്കും ഒരു അവസരം തരണം എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് കണ്ടത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് 25ഓളം വെൻഡേഴ്സിനെ ആയിരുന്നു നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ട് ഇവിടെ സ്റ്റോളുകൾ ഇട്ടിരുന്നത്. ഈ തവണ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് 50ൽ കൂടുതൽ സ്റ്റോളുകൾ വരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗ്രോത്ത് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത്. അതും വളരെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള, വളരെ നീഡ്ഫുൾ ആയിട്ടുള്ള, ആളുകൾ അറിയേണ്ട പല ബ്രാൻഡുകളെ നമ്മൾ ഒരു സ്പോട്ട് ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 50 സ്റ്റോളുകളിൽ ഒതുക്കിയത് നമ്മൾക്ക് അതിനുള്ള സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ്. അതിൽ കൂടുതൽ ഒരുപാട് വെൻഡേഴ്സ് ഈ തവണ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒന്നും ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ളതല്ല, പക്ഷെ എല്ലാവരും ഭയങ്കര രസമുള്ള പ്രൊഡക്റ്റുകളാണ് ചെയ്യേണ്ടത്. നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ മുതൽ ആർട്ട് ക്രാഫ്റ്റ് ആയിക്കോട്ടെ, എന്തും ചെയ്യുന്ന ഒരുപാട് നമ്മൾക്ക് ഇതുവരെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള രസമുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന ആളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് പല സ്റ്റേറ്റുകളിൽ നിന്നും കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതിനകത്ത് പറ്റാവുന്നത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഒരു 50ഓളം സ്റ്റോളുകളാണ് ഇത്തവണ വരാം. അപ്പോൾ കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ 25 സ്റ്റോളുകളാണ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 25 വെറൈറ്റി പ്രൊഡക്റ്റുകൾ ഉണ്ടായി കാണുള്ളൂ. ഈ തവണ വരുന്നവരെ സംബന്ധിച്ച് അതിനേക്കാൾ ഒരു ഇരട്ടി എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ തവണ ചിലപ്പോൾ നമ്മളും ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും മഴയൊക്കെ നമ്മളെ കുറച്ച് ഒന്ന് ചുറ്റിച്ചതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പുകൾ വന്നിരുന്നു. അതായത് ആ 2 ദിവസത്തിൻ്റെ ഇടയിൽ ചില സമയത്തെങ്കിലും ചിലപ്പോൾ അധികം ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്നവർക്ക് ചിലപ്പോൾ ഒരു ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആവുന്ന ഒരു ഫീലിംഗ് വരാം. പക്ഷേ ഈ തവണ അതിനുള്ളൊരു അവസരം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. രാവിലെ മുതൽ രാത്രി വരെയും ഓരോരോ ഓപ്പൺ സെഷനുകളായിട്ടും വർക്ക്ഷോപ്പുകൾ, പിന്നെ അത് ക്യൂറേറ്റഡ് ആയിട്ട് വരുന്നത്, അതല്ലാതെ ഓപ്പൺ സെഷനുകൾക്ക് ആളുകൾക്ക് എല്ലാവർക്കും എല്ലാ ഏജുകാർക്കും വന്ന് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പൺ സെഷനുകൾ ഇത്തവണ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫുൾ പാക്ക്. ആർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 ദിവസത്തിൽ ബോറടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ഇല്ല. കാരണം ഈ പ്രാവശ്യം അതിന്റെ കാര്യം ഇപ്പം പലരും ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തതിന്റെ ഇതിൽ തന്നെയാണ്. കാരണം ഒത്തിരി പേര് ഇങ്ങോട്ട്, അതിലും നമ്മളുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം തോന്നുന്ന, എല്ലാവരും ഉൾക്കൊള്ളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾക്ക് സ്ഥലത്തിന്റെ പരിമിതി, സമയത്തിന്റെ പരിമിതി, ഇത്. പക്ഷെ ഇവരെല്ലാവരെയും ഉൾക്കൊള്ളിക്കാനുള്ള സ്പേസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഉറപ്പായിട്ടും ഭാവിയിൽ. അത് ആരുടെയും പ്രൊഡക്റ്റിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ടോ അവർ ചെയ്യുന്നത് ഇതുമായിട്ട് അലൈൻ ആവാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷെ സ്പേസിന്റെ എല്ലാത്തിന്റെ ഒരു പരിമിതി ഉണ്ടല്ലോ നമുക്ക്, അതെന്തായാലും പരിഹരിക്കും ഉറപ്പായിട്ട്. അടുത്ത എഡിഷനുകളിലെല്ലാം ഇത് പരിഹരിക്കും. പക്ഷെ ഈ പ്രാവശ്യം എന്തായാലും നിലവിൽ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ട്
രാവിലെ മുതൽ രാത്രി വരെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഓൺ ഫുൾ പരിപാടികളാണ്. ഇവിടെ വന്ന് കാണാൻ പറ്റാത്തൊരു കാര്യം എന്താ പറയുക, എനിക്ക് മനസ്സിലായത് മെയിൻ സ്ട്രീം കോർപ്പറേറ്റ്സ് നമുക്ക് അവരിവിടെ കാണാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ അവരുടെ ഒരു പ്രസൻസ് ഇവിടെ കാണുന്നില്ല. അതിൻ്റെ ഒരു റീസൺ എന്താണ്? മെയിൻ സ്ട്രീം കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. എല്ലാ മേഖലയിൽ നിന്നുള്ള പൊളിറ്റിക്സ് ആണെങ്കിലും കോർപ്പറേറ്റ് ആണെങ്കിലും എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളും ഇവിടെ വരുന്നുണ്ട്. ആ ഒരു സ്ട്രക്ചർ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ കാണാതിരിക്കുന്നത്. ആ ഒരു സ്ട്രക്ചറിലല്ല നമ്മളുടെ ഈവൻറ്റ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ഓരോ ആക്ടിവിറ്റിയും ഓപ്പറേഷൻസും ആ ഒരു ഫോർമൽ ഒരുപക്ഷെ കോർപ്പറേറ്റ് എന്ന് പറയപ്പെടുന്ന സ്ട്രക്ചറിലല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഒരു ഫ്രണ്ട്ലി ഗ്യാതറിംഗ് ആണ്. അതാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് വരുന്ന ആളുകൾക്കും അത് മനസ്സിലാവും. കാരണം ഇതിനൊരു എന്താ പറയുക, ഒരു ഫോർമൽ സ്ട്രക്ചറിലുള്ള ഒരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഗസ്റ്റോ ഹോസ്റ്റ് എന്നുള്ളതിനുപരി എല്ലാവരും ഹോസ്റ്റാണ്. എല്ലാവർക്കും വേണ്ടി സ്പേസ് ക്രിയേറ്റ് ചെയ്യലാണ്. അതായത് കോ എക്സിസ്റ്റൻസ് ആണ്. ഇവിടെ മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. അപ്പോൾ ആർക്കും വേണ്ടി ഒരു ഗസ്റ്റ് ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതിനേക്കാൾ എല്ലാവരും ഹോസ്റ്റാണ്. പരസ്പരം എല്ലാവരും നമ്മളൊരു സമൂഹ ജീവിയാവുമ്പോൾ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇവിടെ. നമ്മളെല്ലാവർക്കും വേണ്ടി സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, എല്ലാവരോടും എംപത്തറ്റിക് ആവുക, എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുക. അതാണ് ബേസിക് ആയിട്ട് ഇതിൻ്റെ അടിസ്ഥാനം. ലോക്കലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അത് തന്നെയാണ്, ആ ഒരു കോ എക്സിസ്റ്റൻസ്. കുട്ടികൾ ഇത് കണ്ട് വളർന്നു വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും ഇൻ യുവർ അണ്ടർസ്റ്റാൻഡിങ്? നമ്മൾ കുട്ടികളോട് ഒത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിപ്പോൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് എന്താ പറയുക, വളരെ ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക, ചില കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇപ്പോൾ വരുന്ന കുട്ടികളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവരെത്രത്തോളം കോൺഷ്യസ് ആണെന്നുള്ള കാര്യം അവരുടെ സിലബസിൽ നിന്നൊക്കെ ചിലപ്പോൾ പഠിക്കണമായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം എന്നുള്ളത്. അല്ലാതെ അവർക്ക് പറഞ്ഞു കൊടുക്കണേക്കാൾ ഉപരി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പ്രധാനമായിട്ട് ഇല്ലാതാവുന്ന സ്പേസ് ഇല്ലാതാവുന്ന പ്രശ്നം. നമ്മൾ പണ്ട് ചെളി കളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, മരത്തിൽ കയറിയിട്ടുണ്ടെന്ന് പറയുന്നതോ ഊഞ്ഞാലാടിയിട്ടുണ്ടെന്ന് പറയുന്നതോ, അത് അവർ കുറ്റം പറയുന്നത്. നമ്മളത് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിലും വലിയ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരും. മരത്തിൽ കയറണമെങ്കിൽ അവർ അതിന്റെ മോളിൽ കയറി കാണിച്ചു തരും. പക്ഷെ ഇത് മരത്തിൽ കയറാൻ വിടണം നമ്മളവർ. ഇവിടെ അധികം ആരോടും ഇപ്പൊ കുട്ടികൾ വരുമ്പോ പറഞ്ഞ് പഠിപ്പിക്കേണ്ട മനസ്സിലാക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം ഇങ്ങനൊരു സ്പേസ് ഉണ്ട്, ഇവിടെ പുറത്ത് മണ്ണായിരിക്കുള്ളൂ, ചെളി ഉണ്ടാവും, മരങ്ങൾ ഉണ്ടാവും. അപ്പോൾ അധികം ഒന്നും പറയേണ്ട വരാറില്ല. വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. അതൊന്നും ഓരോരുത്തർ അവരവരെ തന്നെ കണ്ടുപിടിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കുട്ടികളാണെങ്കിലും കുട്ടികളെക്കാൾ രസം എന്ന് വെച്ചാൽ കൗതുകം ഇപ്പോൾ വലിയൊരു, ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 80s 90s കഴിഞ്ഞിട്ട് ജനിച്ചേക്കുന്നവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കിട്ടൽ കുറവായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കാണ് ശരിക്കും ഒരു പരിധി വരെ മിസ്സാവണത്. കുട്ടികളെക്കാൾ കൂടുതൽ വലിയവർക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാനോ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം മിസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക്, കാരണം നമ്മൾ ഒരു ട്രാൻസിഷൻ പീരീഡിലുള്ള ആളുകളാണ് ഈ 90s അല്ലെങ്കിൽ 80s ലേറ്റ് 80s 90s ഉള്ള ആളുകൾ. നമ്മളാണിത് മറന്നു പോയിക്കണത്. നമുക്ക് ഓർമ്മിച്ചെടുക്കാനുള്ള സ്പേസ് അവരെ സംബന്ധിച്ച് പുതിയ അനുഭവങ്ങളാണ്. കുട്ടികളെ സംബന്ധിച്ച് ഈ സ്പേസ് നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ പ്രശ്നമായിട്ട് ഇപ്പൊ അതിലാണ് നമ്മുടെ ഫോക്കസ്. ഇത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നതെന്നുള്ളതാണ്. അതെ അതെ, ഇതൊരു തെറാപ്പിയാണ് ആക്ച്വലി. നമ്മൾ ഈ സ്ലോ ലിവിങ് പ്രാക്ടീസോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെടി നടൽ വരെ വലിയൊരു തെറാപ്പിയാണ്. നമ്മളും ഇത് ഇവിടെ വന്ന് അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഇത് പഠിച്ചിട്ട് വരുന്നതൊന്നുമല്ല. നമ്മളും ഇതിന്റെ ഇടയിൽ നിന്ന് ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതെല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്പേസിലാക്കണം. പിന്നെ കുട്ടികൾക്ക് ലേണിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. കാരണം അത് ഇപ്പോൾ ഞാൻ പറയില്ല, ഇപ്പോൾ കണ്ടൽക്കാടുകളിൽ കൊണ്ടുപോയി കുട്ടികളെ ചെളിയിൽ ഇറക്കി ആദ്യം പല കുട്ടികളും മടിച്ച്, ഒരാൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ തിരിച്ചു കയറുന്നില്ല. ഇവർ ചെളിയിൽ കളിച്ചർമാദിച്ച്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇവർ പഠിക്കുന്നുണ്ട് എന്തിന് കണ്ടൽ നടണം, എനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഇനി നാളെ വേണം, എനിക്ക് നാളെ കളിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസ് വേണം എന്നൊക്കെയുള്ള ചെറിയ ഒരു ധാരണകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും 3G 4G 5G കഴിഞ്ഞ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണ, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണ പരിപാടിയാണ് നമ്മൾ ആകെ ക്രിയേറ്റ് ചെയ്യണുള്ളൂ. അപ്പൊ അതിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ ഇപ്പോൾ മെന്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്യണ്ട. ഇതുപോലെ പതുക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് സ്റ്റേബിളായി വരുന്നുണ്ട്. ഇവിടെ ചെയ്യുന്ന പല ആക്ടിവിറ്റികൾ തന്നെ നമ്മളിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടുത്തെ ആർട്ട് ഡെക്കോർ എല്ലാം അപ്സൈക്കിൾഡ് ആണ്. നമ്മൾ സ്ക്രാപ്പും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തും
പെയിന്റ് പാട്ടുകളിൽ നമ്മൾ ലെറ്ററുകൾ എഴുതിയും അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ അടുത്ത് ഇവിടുത്തെ ഇത് പഴയ പെയിന്റ് പാട്ടുകളാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ദിയയും സുഹൃത്തുക്കളെല്ലാവരും ചേർന്നിട്ട് ഒത്തിരി പേരുണ്ട്. പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേര് വരുവാണ്. അപ്പൊ എല്ലാവരും അവരുടെ താല്പര്യത്തിൽ ഇവിടെ വരെയും അവരുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ അവർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യാം, പഴയ അപ്സൈക്കിൾ ചെയ്ത് ഇതിനെ ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഒട്ടും യൂസ് ഇല്ലാതെ ഒരു മൂലക കിടന്ന സാധനമാണ്, അതിനൊരു ആർട്ടിസ്റ്റിക് ഭംഗി വന്നു, ഒരു എസ്തെറ്റിക് ഉണ്ട് അതിന്. അപ്പൊ ഇതിനു വേണ്ടി ഈ പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത് തെറപ്യൂട്ടിക് ആണ്. അപ്പോൾ വന്നിരുന്നിട്ട് പലരും അവരുടെ വർക്ക് അവേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്നേക്കാൾ അവരുടെ ജോലി സമയമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ വരെയും നമ്മളുടെ ആക്ടിവിറ്റികളിൽ കൂടിയിട്ട് അവർ ചില പെയിന്റ് ചെയ്യും, അവരുടെ ആർട്ട് ചെയ്യും. ഇപ്പോൾ ന്യൂക്ലിയസ് മാളിൽ പോകുന്ന സമയത്ത് അവിടെ കൂട്ടിയിട്ടിരുന്ന കുറേ സ്ക്രാപ്പ് ഉണ്ട്, അവരുടെ ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് അവർ കളഞ്ഞിട്ടുള്ള ഫോം ഷീറ്റുകൾ. അപ്പോൾ അതിനെ നമ്മൾ എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഈ മറൈൻ കുറച്ച് അണ്ടർ വാട്ടർ ക്രീച്ചേഴ്സിനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ അവർ സ്ക്രാപ്പായിട്ട് കളഞ്ഞിട്ടുള്ള ഫോം ഷീറ്റുകളാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ ഓരോ ഡിസൈനിൽ വരുന്ന ആളുകളെല്ലാം അവരുടെ ഫ്രീ വില്ലിൽ ഓരോ ഡിസൈൻസ് ഒക്കെ കട്ട് ചെയ്ത് ഇതിനെ ഇങ്ങനെ അതും ഡിഫറെന്റ് പീസുകൾ പിന്നെ നമ്മൾ ഒട്ടിച്ച് ഒരു ഷേപ്പിലേക്ക് ആക്കുന്നത്. ഈ പ്രോസസ്സുകളാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. ലൈക്ക് ഇതൊക്കെ കുട്ടികൾ കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ക്യൂരിയോസിറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് കുട്ടികൾ ചെയ്തിട്ടുള്ളതുണ്ട് ഇതില്. അപ്പൊ ഇവിടെ വോളണ്ടിയേഴ്സിൽ ഒരു 50% കുട്ടികളാണ്. അപ്പൊ ഇവിടെ കുറെ ഫാമിലി ഇവിടെ വരാറുണ്ട് നമ്മളുടെ കൂടെ പങ്കെടുക്കാനും പാർട്ടിസിപ്പേഷനും. നമ്മളുടെ സുഹൃത്തുക്കളുടെ കുട്ടികളും ഇവരെല്ലാവരും വന്നപ്പോൾ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ എന്തൂസിയാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അവര് ഓരോ ഷേപ്പുകൾ കട്ട് ചെയ്യണേന് ഇവിടെ ഉള്ള കുറച്ച് മുതിർന്ന ആളുകൾ അതിനൊരു ഡിസൈനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിന് കുറച്ചുകൂടി ഭംഗിയാണ്. അപ്പൊ അത് അവരുടെ ദാറ്റ് ബിലോങ്സ് ടു ദം. അപ്പൊ അവർക്ക് അവരുടെ കൂട്ടുകാരൊക്കെ വിളിച്ച് കാണിക്കാൻ ഭയങ്കര ഇഷ്ടം ഞാൻ ചെയ്താണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പേഴ്സണൽ എലമെന്റ്സ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഫെസ്റ്റാണ് ആക്ച്വലി എല്ലാ രീതിയിലും. ബീറ്റ് ആർട്ട് വർക്ക്, ബീറ്റ് ദ കൊളാബറേഷൻ, എല്ലാത്തിലും അത് റിഫ്ലക്ട് ആണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും ഫെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കൂടിയും നമ്മൾ എന്താ പറയാ, എല്ലാവരുടെയും കൂടി ഇതുപോലെ എഫേർട്ടും പാർട്ടിസിപ്പേഷനൊക്കെ ചേരുമ്പോഴാണ് ഇത് ഭംഗിയാവുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മനസ്സിലായ കാര്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു. ഇത് എത്ര ആളുകൾ വരും, ഇത് എത്ര ആളുകൾ അറിഞ്ഞിട്ടുണ്ട്, വരുമോ, ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടാവുമോ. പക്ഷെ കുറെ പേര് നമ്മൾ രാവിലെ മുതൽ വന്നു. രാവിലെ തുടങ്ങിയ സമയം മുതൽ ഇവിടെ നിറച്ച ആളുകളായിരുന്നു. വന്നു കഴിഞ്ഞ് പുതിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കി അവർ 2 ദിവസം ഫാമിലി ആയിട്ട് വന്ന് അവരുടെ കൂട്ടുകാരെ കൂട്ടിയിട്ട് വന്നു. അപ്പൊ അങ്ങനെ അതൊരു വലിയ ഫെസ്റ്റിവലായി. ഇതിപ്പോ നൗഫൽ പറഞ്ഞ പോലെ ഇമ്മണി വലിയ ഫെസ്റ്റിവലാണ് ഈ പ്രാവശ്യം ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, അവരുടെ സുഹൃത്തുക്കളെയും ഫാമിലിനെയൊക്കെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ, അതെ, ഒറ്റയ്ക്ക് ഇരിക്കുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളെ പരിചയപ്പെടാനും, അല്ലെങ്കിൽ എറണാകുളത്ത് പുതിയതായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വളരെ എന്താ പറയാ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ആണിത്. പിന്നെ വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത പരിപാടികളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെങ്കിലും കുറച്ച് ആൾക്കൂട്ടം ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ കുറെയൊക്കെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. പിന്നെ കുറച്ച് സമാധാനമൊക്കെ ആയിട്ട് പോയിരിക്കാൻ പറ്റിയ സ്പേസുകളൊക്കെ ഉണ്ട്. വലിയ ഒച്ചയും ബഹളമുള്ള പാട്ടും പരിപാടികളൊന്നും അല്ല ഉള്ളത്. അതെ, ഭയങ്കര മെയിൻ സ്ട്രീം സ്റ്റേജസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര സൗണ്ട് വെച്ചിട്ടുള്ള പരിപാടികളൊന്നുമില്ല. എല്ലാം തെറാപ്യൂട്ടിക് ആണ്. ഈവൻ ഇതിലൂടെ നടക്കുന്നത് ഒരു തെറാപ്പി. പിന്നെ ഇത് വലിയ പോളിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡെക്കറേഷൻ പരിപാടികളൊന്നുമല്ല, എല്ലാം ജുഗാഡാണ്. എല്ലാത്തിനും ഒരു അമച്ചർ സ്വഭാവം ഉണ്ടാവും. അത് എന്താ പറയാ, എല്ലാവരും ആർട്ടിസ്റ്റുകളൊന്നുമല്ല. നമ്മളും ഇപ്പൊ ഞാൻ ഇവിടെ പറയാറുണ്ട്, ചിലപ്പോ ഒരാൾ വോളണ്ടിയർ കയറി വന്നു കഴിയുമ്പോൾ ആളെ സംബന്ധിച്ച് ആദ്യം നല്ല പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ വരക്കാൻ മടിയായിരിക്കും. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് വരക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ആദ്യം വരക്കും. അതിനേക്കാൾ നന്നായിട്ട് എനിക്ക് വരക്കാൻ അറിയാം എന്നുള്ള ധൈര്യത്തിലാണ് വരക്കാം. അപ്പൊ അതാണ് ഞാൻ പറയാം, അങ്ങനത്തെ ഇച്ചിരി എന്താ പോളിഷ്ഡ് അല്ലാത്ത സാധനങ്ങളുടെ ഒരു ഭംഗി ഇതിലുണ്ട്. അതുണ്ട് എല്ലാ. അതെ, അല്ല ഇതാണ് നമുക്ക് ഇല്ലാത്തൊരു സ്പേസ്. അതുകൊണ്ടാണ് പലരും അവരുടെ ജോലി സമയം കഴിഞ്ഞിട്ട് കുറച്ച് സമയമെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറാവണത്. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരുപാട് ബഹളങ്ങളില്ലാത്തത് ഇവിടെ മറ്റ് ജീവജാലങ്ങളൊക്കെ ഉണ്ട്. കിളികളുണ്ട്, പല അല്ലാത്ത റെപ്റ്റൈൽസും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെയും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുതല്ലോ. അവരുടെ ഒരു എക്കോസിസ്റ്റത്തിൽ ആ ശബ്ദവും നമുക്ക് ഇതിനകത്ത് കേൾക്കണം. അപ്പോൾ ആ രീതിയിലാണ് ഇതിന്റെ എല്ലാ ഡിസൈനും സെറ്റിംഗും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഡിസംബർ 5, 6 ആണ്. ഡിസംബർ 6, 7 വരുന്ന ഡിസംബറിലെ ആദ്യത്തെ ശനി ഞായർ. ഡിസംബറിലെ ആദ്യത്തെ ശനി ഞായർ 6, 7 വേറൊരു പരിപാടിയും പിടിക്കണ്ട. അതെ, നേരെ ഇപ്പൊ തന്നെ നോക്കി വെക്കാം.
അപ്പോൾ അതിന് ടിക്കറ്റ്സ് ഉണ്ട്. ടിക്കറ്റ്സ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ 199. അതില് രൂപ നമുക്ക് ഇവിടെ തന്നെ റിഡീം ചെയ്യാം. അതായത് പർച്ചേസ് കൂപ്പണായിട്ട് കിട്ടും. അവർക്ക് ഏത് വെണ്ടർ സ്റ്റോൾസിൽ നിന്ന് വേണമെങ്കിലും പ്രൊഡക്റ്റ് സ്റ്റോൾസിൽ നിന്ന് വേണമെങ്കിലും അവർക്ക് അത് റിഡീം ചെയ്ത് പ്രൊഡക്ട്സ് വാങ്ങാം. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ടിക്കറ്റിംഗ് പരിപാടികൾ. അതിപ്പോൾ ഓൾറെഡി ലൈവ് ആണ്. ഓൺലൈനിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ ബയോ അവൈലബിൾ ആണ്. ലോക്കൽ സസ്റ്റൈനബിൾ ലിവിംഗ് എന്നുള്ള പേജിൽ കയറിയാൽ ബയോയിൽ ലിങ്ക് അവൈലബിൾ ആണ്. പിന്നെ കൊച്ചി മെട്രോയുടെ ടിക്കറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊച്ചി 1 കാർഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു 20 രൂപയുടെ പർച്ചേസ് കൂപ്പൺ കൂടി കിട്ടും. പ്രധാനമായിട്ടുള്ളൊരു കാര്യം അതാണ്. നമുക്ക് 100% നമുക്ക് നമ്മുടെ ടിക്കറ്റ് ചാർജസ് റിഡീം ചെയ്യാം. അതിന്റെ കൂടെ ഒരു ഫെസ്റ്റിവൽ സുവനീറും ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു പക്ഷേ 100% പൈസ തിരിച്ചു കിട്ടുന്നതിന്റെ ഒപ്പം തന്നെ മറ്റ് അഡീഷണൽ ബെനിഫിറ്റ്സും ഇതിന്റെ കൂടെ ഉണ്ട്. പല പരിപാടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വേറെ വർക്ക്ഷോപ്പുകൾ, പെയ്ഡ് വർക്ക്ഷോപ്പുകൾ ഉണ്ട്. അതല്ലാതെ ഓപ്പൺ സെഷൻസും ഉണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പുകൾക്ക് പ്രീ ബുക്ക് ചെയ്യണം. അതിന്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മളുടെ പേജിലും ടിക്കറ്റ് ലിങ്കിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് അവർക്ക് ചെറിയ ചാർജസ് ഒക്കെ ഉള്ളൂ അതിന്. അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ കവർ ചെയ്യാനുള്ള ചാർജ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഈ മ്യൂസിക് ജാമിംഗ് സെഷൻസ് അതുപോലെ പൂതപ്പാട്ട് ഇതിനൊന്നും ഇതെല്ലാം ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. ആകെ ഒരു 199 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും തിരിച്ചപ്പോ തന്നെ റിഡീം ചെയ്ത് അവർക്ക് തന്നെ സഞ്ചിയിലാക്കിയിട്ട് സാധനങ്ങൾ. അപ്പൊ ആരും വെറും കൈയോടെ പോകണ്ട. എല്ലാവരും എന്തെങ്കിലും വാങ്ങാം. വരുന്നവരും ഹാപ്പിയാണ്, സ്റ്റോൾ ഇട്ടേക്കുന്നവരും ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എല്ലാവരും ചിന്തിക്കുമല്ലേ? ശരിക്കും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സർക്കുലേഷൻ നടക്കാനാണ്. അപ്പോൾ വരുന്നവരെ സംബന്ധിച്ച് ഒന്ന് ഇവിടെ ഒരു ക്രൗഡ് നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഉപരി ഇവിടെ ഒരു മണി സർക്കുലേഷനും കൂടി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ആകെ ഒരു 200 രൂപ താഴെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പെൻഡ് ചെയ്യുന്ന പൈസ തിരിച്ച് അവർക്ക് തന്നെ പ്രൊഡക്റ്റുകളായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ ഇഷ്ടമുള്ള സ്റ്റോളുകളിൽ നിന്ന് വാങ്ങിക്കാം. അത് വാങ്ങിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇവിടെ സ്റ്റോൾ ഇട്ടവരെ സംബന്ധിച്ചും അവരും ഹാപ്പിയാണ്. അവിടെ ഒരു സർക്കുലർ എക്കോണമി മോഡൽ ആണ് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ. പിന്നെ പ്രധാനമായിട്ട് ഇപ്പോൾ മെട്രോ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ വീണ്ടും ഒരു 20 രൂപയുടെ കൂപ്പൺ കിട്ടും. അപ്പോൾ 190 രൂപ അവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് മാക്സിമം യൂസ് ചെയ്യുക. ഇത് എറണാകുളം സിറ്റിയുടെ നടുക്കുള്ള ചെറിയൊരു കൊച്ച് എക്കോസിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെതായ പരിമിതികൾ പാർക്കിങ്ങിലൊക്കെ ഉണ്ടാവും. വരുന്ന ആളുകൾ മാക്സിമം അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അല്ലെങ്കിൽ കാർ പൂളിംഗ് ഒക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് വൃത്തിയായിട്ട് മാനേജ് ചെയ്യാം. ഒരു സിറ്റിയുടെ നടുക്കാണ്. അപ്പോൾ അതിൻ്റെതായ പരിമിതികൾ അതിലുണ്ടാവും. ഇപ്പോൾ മെട്രോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ അടുത്താണ്, ബസ്സിന് വരാം. അതല്ലെങ്കിൽ എന്താ പറയുക, പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിയുടെ എല്ലായിടത്തുനിന്നും എത്തിച്ചേരാനായിട്ടുള്ള എളുപ്പമുള്ള സ്ഥലമാണ്. അപ്പോൾ പേട്ടോ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 1.5 കിലോമീറ്റർ ഇങ്ങോട്ടുള്ളൂ. വാക്കബിൾ അല്ല, വാക്കബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് നടക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു പൂൾ ചെയ്ത് കാര്യമല്ല, പക്ഷേ നടക്കാൻ ഞാൻ പറഞ്ഞ അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശമാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ എത്തി നിൽക്കണം എന്നുള്ള സത്യം. അതെ, 15 മിനിറ്റ് ഒന്നും വാക്കബിൾ അല്ല. പക്ഷേ വെരി ക്ലോസ് മെട്രോ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്, കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്നും അടുത്താണ്. അപ്പോൾ കാർ പൂൾ ചെയ്തൊക്കെ ആളുകൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതാണ്. യൂബർ എടുത്തിട്ട് ഒരു 4 പേരൊക്കെ ഒന്നിച്ച് ഷെയർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അപ്പോൾ അതും എല്ലാവരുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ്. പരിമിതികൾ നമ്മളുടെ എന്താ പറയുക, എല്ലാവരുടെയും സഹകരണത്തിൽ മാത്രമേ മറികടക്കാൻ പറ്റുള്ളൂ. കാലാവസ്ഥയും മഴയും എല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതിനൊക്കെ ഉള്ള നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത് ആരും വെള്ള ഷൂസ് ഒന്നും ഇട്ട് വരരുത്, ചെരുപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ മണ്ണിൽ ചവിട്ടാനൊക്കെ റെഡി ആയിട്ട് വരികയാണെങ്കിൽ അതിന് പറ്റിയൊരു സ്പേസാണ്. മണ്ണിൽ ചവിട്ടി നടക്കാനും കുറച്ച് കിളികളുടെ ശബ്ദം കേൾക്കാനും മരത്തിലൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഫാൻസി ആയിട്ടുള്ള ഒരു പരിപാടിയൊന്നും അല്ല, കുറച്ച് എർത്തി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിട്ട് തന്നെ വന്നാൽ